കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുന്നു. മുഹമ്മദ് ഷഹീദ്, കോഴിക്കോട് അടക്കം മലബാറിലെ മണ്ഡലങ്ങൾ അവിടെ എങ്ങനെയാണ് പോളിംഗ് ശതമാനം പുരോഗമിക്കുന്നത്? വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? തകരാറുകൾ പരിഹരിച്ച് ഇപ്പോൾ പോളിംഗ് എല്ലായിടങ്ങളിലും സുഗമമായി പുരോഗമിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, പോളിംഗിന്റെ തുടക്കഘട്ടത്തിലുണ്ടായിരുന്ന വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ് പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ പോളിംഗ് സുഗമമായി നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, കോഴിക്കോട് പരപ്പിൽ സ്കൂളിലാണുള്ളത്. ഇവിടെ വലിയ നീണ്ട ക്യൂ തന്നെയുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ 7 മണിയോടുകൂടി തന്നെ ഇത്തരമൊരു വലിയൊരു ക്യൂ ഈ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ, പോളിംഗ് ബൂത്തിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി രാവിലെ പോളിംഗ് യന്ത്രം തടസ്സപ്പെട്ടത് പലയിടത്തും വോട്ടിംഗ് വൈകാൻ കാരണമായി. ഏകദേശം 2 മണിക്കൂർ നേരം പോലും വോട്ടിംഗ് തടസ്സപ്പെട്ട ചില ബൂത്തുകളെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞ സാഹചര്യമുണ്ട്. പലപ്പോഴും വോട്ടിംഗ് യന്ത്രം തകരാറിലാവുന്ന സാഹചര്യം, ഒപ്പം തന്നെ വിവിപാറ്റ് യന്ത്രത്തിലെ പ്രശ്നങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ വിവിപാറ്റ് മെഷീൻ അടയ്ക്കാൻ കഴിയാത്തതൊരു പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഇത് പിന്നീട് പോളിംഗ് ഉദ്യോഗസ്ഥരെത്തി ഈ പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് സുഗമമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഏകദേശം ഏറ്റവും ഒടുവിലത്തെ കണക്ക് നമുക്ക് ലഭ്യമായിട്ടില്ല, 12 മണിയുടെ കണക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് 30% ഇപ്പോൾ വോട്ടിംഗ് കോഴിക്കോട് മണ്ഡലത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിൽ 30% കടക്കും എന്നുള്ള വിവരം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ പോളിംഗ് നിരക്ക് കൂടുതൽ തന്നെയാണ്. കാരണം ആ രീതിയിൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ കോഴിക്കോടും നഗരത്തിലും ഗ്രാമങ്ങളിലും എല്ലാം മഴ ഉണ്ടായിരുന്നു, ശക്തമായ മഴ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെയോടുകൂടി തെളിഞ്ഞ കാലാവസ്ഥ ആയി വോട്ടിങ്ങിന് ആളുകൾ കൂടുതൽ പേർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പോളിംഗ് യന്ത്രത്തിലെ ഈ തകരാർ, രാവിലെ റിപ്പോർട്ട് ചെയ്ത തകരാർ മാറ്റിവെച്ചു കഴിഞ്ഞാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ വോട്ടിംഗ് തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആളുകൾ കൂടുതലായി എത്തുന്ന സാഹചര്യമുണ്ട്. ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് ചില സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യാനാവാതെ പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ ബഹളം കൂട്ടുന്ന ഒരു സാഹചര്യം ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. മുക്കം, കാരശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പരിഹരിക്കപ്പെട്ടതോടുകൂടി അവിടെ സുഗമമായി പോളിംഗ് പുരോഗതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ, ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളവർ, NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് വടകര നിയോജകമണ്ഡലത്തിൽ, വടകര പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു, കുറ്റ്യാടിയിലായിരുന്നു അദ്ദേഹത്തിന് വോട്ടിംഗ് നടത്തിയത്. ഈ രീതിയിൽ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തു. ഒപ്പം തന്നെ സാഹിത്യ മേഖലയിലുള്ളവർ MT വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ളവർ, സംവിധായകൻ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ തന്നെ സെന്റ് വിൻസെന്റ് കോളനി സ്കൂളിൽ രാവിലെ പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിൽ രാഷ്ട്രീയ മേഖലയിലുള്ളവരും സാമൂഹ്യ മേഖലയിലുള്ളവരും ആ തരത്തിൽ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം തന്നെ ഈ വോട്ട് ചെയ്യാൻ രാവിലെ തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കോഴിക്കോട് വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ ഉണ്ടായിരുന്ന വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. കോഴിക്കോട് വോട്ടിംഗ് സുഗമമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം വിധി എഴുതുന്നു. ഇതുവരെ 28% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കോട്ടയം, കോഴിക്കോട്, പത്തനംതിട്ട, ഒപ്പം എറണാകുളം മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു. രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ട്. നിരകളിൽ വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട, വിവിപാറ്റുമായി ബന്ധപ്പെട്ട കാലതാമസം, അത് മാത്രമാണ് അല്പമെങ്കിലും വോട്ടിംഗിന്റെ കാലതാമസം നേരിടാൻ കാരണമായത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ സുഗമമായി പോകുന്നു എന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവൃത്തികൾ പറയുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പരാതികൾ ഉയരുന്ന പശ്ചാത്തലവുമുണ്ട്. ഇതുവരെ 28% പോളിംഗ് രേഖപ്പെടുത്തി എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ കാര്യമായ രീതിയിലുള്ള പോളിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ. ഉച്ചയ്ക്ക് ശേഷമാകും സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മറ്റും. സ്ഥാനാർത്ഥികളടക്കം രാവിലെ തന്നെ പ്രമുഖരെല്ലാം വോട്ട് ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതുവരെ ലഭിച്ച പോളിംഗ് ശതമാനമനുസരിച്ച് ചാലക്കുടിയിൽ, എറണാകുളത്ത് തന്നെ ഏതാണ്ട് 27% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ചാലക്കുടിയിൽ 30% കടന്നിരിക്കുന്നു പോളിംഗ്. ഒപ്പം മലപ്പുറത്ത് 32% പയ്യന്നൂരിൽ 40%, പോളിംഗ് നില ഇത്തരത്തിൽ കണ്ണൂരിൽ 37%. പയ്യന്നൂരിൽ മാത്രം, കണ്ണൂർ മണ്ഡലത്തിൽ പയ്യന്നൂരിൽ മാത്രം 40% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ണൂരിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു. 37.1% 12 മണിവരെയുള്ള കണക്കനുസരിച്ച് അവിടെ പോളിംഗ്. കണ്ണൂരിൽ 37% എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം അടക്കം 80% മുകളിൽ, കഴിഞ്ഞ തവണ 82% എത്തിയിരുന്നു പോളിംഗ് എന്ന് പറയുമ്പോൾ കനത്ത പോളിംഗ് പല സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. 3 മുന്നണികളും നടത്തിയ വലിയ തോതിലുള്ള പ്രചരണം, ആവേശകരമായ പ്രചരണം, അത് വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ സഹായകരമായി. ഒപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുമൊക്കെ വോട്ട് ചെയ്യാൻ ജീവനക്കാർക്ക് അവസരമൊരുക്കിയിരുന്നു. അതടക്കം വലിയ തോതിൽ വോട്ടർമാരെ എത്തിക്കാൻ സഹായകരമാകുന്നു എന്ന് പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ കാര്യമായ രീതിയിൽ കൊല്ലത്ത് 30.71, താരതമ്യേന കുറഞ്ഞ പോളിംഗ് കൊല്ലത്ത് രേഖപ്പെടുത്തുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ 31.42% പോളിംഗ് എത്തിയ സാഹചര്യം ഉണ്ട്. ഒപ്പം കോഴിക്കോട് പോളിംഗ് ശതമാനം 28.35. കോഴിക്കോട്ടും പോളിംഗ് ശതമാനം താരതമ്യേന കുറവാണ് ഇതുവരെ വന്നതിനേക്കാളും. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ധാരാളം പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. തൃശ്ശൂരിൽ
പോളിംഗ് ശതമാനം ഏതാണ്ട് 31% പിന്നിട്ടിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം മറ്റ് സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ കോട്ടയം മണ്ഡലത്തിൽ 33.43% പോളിംഗ് എത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ മേഖലകൾ നൽകുന്നു. എറണാകുളത്ത് 27, താരതമ്യേന കുറവ് എറണാകുളം മണ്ഡലത്തിലാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുന്നു. പ്രസാദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു പാലക്കാട്ട്. BJPയുടെ കൃഷ്ണകുമാർ അടക്കം കനത്ത പോരാട്ടം കാഴ്ചവെക്കുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളും അവസാന ഘട്ടത്തിൽ വന്നിരുന്നു. പോളിംഗിനെ സഹായിക്കുന്നുണ്ടോ ശക്തമായ മുന്നണികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ? പാലക്കാട് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലാണ്. ഇപ്പോൾ നമുക്ക് ഒരു നീണ്ട നിര ഇപ്പോൾ തന്നെ കാണാൻ കഴിയും. രാവിലെ നഗരത്തിലെ മുഴുവൻ മേഖലകളിലും അതോടൊപ്പം തന്നെ നഗരത്തിന് പുറത്തുള്ള മറ്റ് മണ്ഡലങ്ങളിലും എല്ലാം തന്നെ ശക്തമായ പോളിംഗ് നമുക്ക് കാണാൻ കഴിയും. മണ്ഡലത്തിലെ മത്സരം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ ആവേശം പോളിംഗ് സ്റ്റേഷനിലും കാണാൻ കഴിയും. രാവിലെ മുതൽ തന്നെ നീണ്ട നിര എല്ലായിടത്തുമുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പാലക്കാട് അയ്യപുരം സ്കൂളിലും അതോടൊപ്പം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഷൊർണൂരുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. LDF സ്ഥാനാർത്ഥി MP രാജേഷ് അദ്ദേഹത്തിന്റെ ജന്മനാടായ ഷൊർണൂർ കൈലിയാടാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം. കുറെ നേരമായി 10 മണിക്ക് ഒന്നാണ്, 1.5 മണിക്കൂറോളായി. വളരെ സ്ലോ ആണ്, വളരെ നീങ്ങുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഇത് 6 മണിക്കൊന്നും കഴിയില്ല, 8-9 മണി മേലെ ആകും. എന്താ അവർ പറയുന്നത്? വൈകാൻ കാരണം അതിനുള്ളിൽ വളരെ സ്ലോ മൂവിംഗ് ആണ്. വളരെ ചെയ്യുന്ന വളരെ സ്ലോ മൂവിംഗ് ആണ്. അത്ര ആയി 10:45 വന്നതാണ്. ശക്തമായ മത്സരമാണ്. പക്ഷെ വളരെ മന്ദഗതിയാണ്, സ്ലോയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മത്സരത്തിന്റെ ആവേശം ഇവിടെ കാണുന്നില്ല. അത്രയും വേഗത്തിൽ പോകുന്നില്ല. മത്സരത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ലൈൻ നീങ്ങുന്നില്ല, വളരെ സ്ലോയിലാണ്. 1.5 മണിക്കൂറായി. പതുക്കെ ആവുന്നുള്ളൂ. വളരെ സ്ലോവിലാണ് ക്യൂ പോകുന്നത്. വളരെ പതുക്കെയാണ് ഇവിടെ വോട്ടിംഗ് നീങ്ങുന്നത് എന്നതാണ് പറയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇപ്പോഴും ഈ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുന്നതിനായി എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ വന്ന അവരുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏറ്റവും ശക്തമായ പോളിംഗ് നടക്കുന്നത് മലമ്പുഴ മേഖലയിലാണ്. മലമ്പുഴ മണ്ഡലത്തിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുമാണ് ഏറ്റവും ശക്തമായ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണയും 75%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. ഇത്തവണയും നിലവിലെ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് സൂചനകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ ശക്തമായ ഒരു മത്സരം ഇവിടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ അവർ മുഴുവൻ അവരുടെ മുന്നണികൾ, അവരുടെ അനുഭാവികളെ എല്ലാം തന്നെ പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്കെല്ലാം തന്നെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഉടുമ്പശ്ശേരിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറത്തും കാര്യമായ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കണം നമുക്ക്. CV അനുമോദുണ്ട് അവിടെ. അനുമോദ് 32.07 4,39,261 വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞു മലപ്പുറത്ത്. അത് പൊന്നാനിയിൽ 29.33. താരതമ്യേന നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കുറഞ്ഞ പോളിംഗിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എന്താണ് അനുമോദിന്റെ ഒരു നിഗമനം? നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് രീതി എങ്ങനെയുണ്ട്? രഞ്ജിത്ത്, ശരാശരി രീതി തന്നെയാണ് മലപ്പുറം പുരോഗമിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മലപ്പുറം 70-75% ഇടയിലായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ 12-15 ലഭിച്ച കണക്ക് പ്രകാരം നമുക്ക് 32.07 ആണ് മലപ്പുറത്ത് പോളിംഗ് നിരക്ക്. പൊന്നാനിൽ 29.3. അതായത് പൊന്നാനിൽ താരതമ്യേന കുറവാണെന്ന് നമുക്ക് വരും. പക്ഷെ ഇതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ 75% മുകളിൽ മലപ്പുറത്ത് പോളിംഗ് നടക്കുന്നത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധാരണ നിരക്കായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. വരും മണിക്കൂറുകളിൽ ഈ ഒരു നിരക്കിൽ പോവുകയാണെങ്കിൽ 75% താഴെ തന്നെ സാധാരണ മലപ്പുറത്തെ പോളിംഗ് നിരക്കിൽ തന്നെ എത്തിച്ചേരാനാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ പല 20ഓളം ഇടങ്ങളിൽ പോളിംഗ് മെഷീനുകൾ
കരാർ ലൈനെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെക്കുകയും തുടങ്ങാൻ വരികയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലായിടത്തും പോളിംഗ് സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് പലയിടത്തും പോളിംഗ് തുടങ്ങാൻ വൈകിയിരുന്നു. പലയിടത്തും വൈദ്യുതി ബന്ധം നിഷേധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ മാറിയിട്ടുണ്ട്. അന്തരീക്ഷം തെളിഞ്ഞിട്ടുള്ള നല്ല വെയിലുള്ള സാഹചര്യമാണുള്ളത്. സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിൽ മലപ്പുറത്ത് കൂടുതൽ പേർ പോളിംഗ് ബൂത്തിൽ എത്താനാണ് സാധ്യത. നിലവിലെ ഈ കണക്കുകളും നമുക്ക് മുൻ വർഷങ്ങളിലെ താരതമ്യം ചെയ്യുമ്പോൾ രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് മലപ്പുറത്ത് വരുന്നത്. ഇത് ഏത് തരത്തിൽ ഏത് മുന്നണികൾ ഗുണമാകുന്ന കാര്യമൊക്കെ നമുക്ക് പോളിംഗ് പൂർത്തിയായതിനു ശേഷം സമാധാനപരമായ രീതിയിൽ മലപ്പുറത്ത് പോളിംഗ് പുരോഗമിച്ചു.